ഇന്നിപ്പോൾ വാജിവാഹനം തിരികെ ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല. പ്രേക്ഷകർ ഓർമ്മിക്കണം, അത് ഏതെങ്കിലും തരത്തിൽ ലോഹനിർമ്മിതമായ വിഗ്രഹമാണെങ്കിൽ അത് ആ ലോഹം ഉരുക്കി ശ്രീബലി വിഗ്രഹത്തിനോ ഗോളക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നതാണ് എന്നുകൂടി ചട്ടവിധിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് അത് കൊണ്ടുപോയത് എന്നൊരു വലിയ ആരോപണം നമ്മുടെ മുന്നിലുണ്ട്. ഇത് അന്വേഷിക്കേണ്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? ഇവിടെ ഇതാണ് അവിടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായിയായി വർത്തിച്ചിരുന്നത് കേവലം ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡ് അംഗങ്ങളോ മാത്രമല്ലെന്നും സന്നിധാനത്ത് വളരെ സ്വാധീന ശക്തിയുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ള ഒരു വലിയ ചർച്ച പൊതുമണ്ഡലത്തിലുണ്ട്. അതിനുള്ള സംശയത്തിനുള്ള ഒരു നിവാരണം വരുത്തുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സംഭവിച്ചത് മുഴുവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശബരിമലയിലെ ഏതെങ്കിലും സ്വർണ്ണമോ ഒരു തരിയെങ്കിലും കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചപ്പോഴൊക്കെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊക്കെ അഴിമതിക്ക് ഒരുപാട് പഴികേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പരിപൂർണൻ കമ്മീഷൻ്റെ വിധിയുടെ കാര്യം പറഞ്ഞതാണ്. പിന്നീട് ചെറുന്നിയൂർ ശശിധരൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇവിടെയൊക്കെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന UDF സർക്കാരായിരുന്നു പ്രതിസ്ഥാനത്തെങ്കിൽ ഇപ്പോൾ ഇതാ LDF സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡാണ് കൂട്ടിൽ നിൽക്കുന്നത്. ആ ദേവസ്വം ബോർഡ് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. അവിടെ വലിയൊരു സ്വാധീന ശക്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരാവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് എന്നതാണ്